അലന്നാസി സമാൻ, ഒരു കാലം ഈ സമുദായത്തിന്റെ മേൽ വരും, ലാ യുത്തബഉ ഫീഹി അൽ ആലിം, അന്ന് ആലിമീങ്ങളെ പിൻപറ്റപ്പെടുകയില്ല. ആലിമീങ്ങളെ പിൻപറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ തെറി പറയുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കാലം എന്റെ സമുദായത്തിന്റെ മേൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കെതിരെ കമന്റ് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, എത്ര കമന്റ് വന്നാലും നമുക്ക് ഈ ഇൽമ നിന്ന് പോയാൽ ഈ സമുദായം പിഴച്ചു പോകൂലേ? ആര് പഠിപ്പിച്ചു കൊടുക്കും ഇവർക്ക് ഈ ഇൽമ? ആര് പഠിപ്പിച്ചു കൊടുക്കും ഈ ഖുർആൻ? ആരാണ് ഹറാമും ഹലാലും മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അത് ഉലമാക്കളല്ലേ. ഈ ഇൽമ ഏതാ? ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമ എവിടെ നിന്ന് വന്ന ഇൽമ? ഇത് വെളുത്തമണ്ണുള്ള മദ്രസയിൽ നിന്ന് കിട്ടിയ ഇൽമല്ല. ഇത് യൂബന്തിൽ ദാറുൽ ഉലൂമിൽ നിന്ന് കിട്ടിയ ഇൽമാണോ? അല്ലെങ്കിൽ ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് കിട്ടിയ ഇൽമാണോ? ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, പറയൂ നബിയെ, ഇൽമ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് ഇൽമ. ആരാ പഠിപ്പിക്കുന്നത്? സുലൈമാൻ ഉസ്താദല്ല, ആബിദ് ഉസ്താദല്ല. ആരാ പഠിപ്പിക്കുന്നത്? വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അടിച്ചാൽ പോക്സോ കേസ് കൊടുക്കുന്നത് അല്ലാഹുക്കെതിരെയാണ്. ഓർത്തോ, പഠിച്ചവൻ വിടൂല. പിന്നെ നിങ്ങളെയും പോക്സോ അവൻ അകത്താക്കും അവിടെ കൊണ്ടുപോയിട്ട്. എനിക്കെതിരെ നീ കേസ് കൊടുത്തവനല്ലേ? അല്ലാഹുവാണ് നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്നത്. ഈ ആലിമീങ്ങളില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ഉലമാഉ ലസാറ അന്നാസു മിസ്ലൽ ബഹായിം, ആലിമീങ്ങളില്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മിസ്ലൽ ബഹായിം, മൃഗങ്ങളെ പോലെയായിരിക്കും. ലിഅന്നഹും യുഖ്രിജൂനഹും മിൻ ഹദ്ദിൽ ബഹീമത്തി ഇലാ ഹദ്ദിൽ ഇൻസാനിയ. ആലിമീങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? ഈ മൃഗീയ സംസ്കാരമുള്ള മനുഷ്യരെ അവരുടെ ആ സംസ്കാര ശൂന്യതയിൽ നിന്ന് അവരെ പഠിപ്പിച്ച് ശുദ്ധിയാക്കി പരിശുദ്ധിപ്പെടുത്തി യഥാർത്ഥ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ ദുനിയാവിൽ പണിയെടുക്കുന്നവരാണ് ഉലമാക്കൾ. അവരില്ല എങ്കിൽ ഈ സമുദായം മൃഗങ്ങളെ പോലെയായി പോകും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ സൂറത്തുൽ ബഖറയാണ് അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ ബഖറ, പശു ഏറ്റവും വലിയ ഒരു സൂറത്തുമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചയാണ്. അതിന്റെ ചർച്ചയും പശുവിന്റെ വിഷയം തന്നെയാണ്, അതും അറക്കുന്നതുമായിട്ടുള്ള വിഷയം തന്നെയാണ്. അത് തന്നെയല്ല ഇന്നും അള്ളാഹ്ക്ക് അറിയാം അത് വലിയൊരു വിഷയം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെ അങ്ങ് തുടങ്ങിക്കോട്ടെ. ആ വിഷയം വെച്ച് തന്നെ അങ്ങോട്ട് കൊടുത്തു. ആ ബഖറ മുതൽ തുടങ്ങി മൃഗങ്ങൾ. നമുക്ക് കിട്ടിയ സ്ഥാനം എവിടെയാ? 114ാമത്തെ സൂറത്തിൽ, സൂറത്തുൻ നാസ്. 23 വർഷം കൊണ്ട് ഈ 113 സൂറത്തും പഠിച്ച് അതിലൂടെ സഞ്ചരിച്ച് മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ മൃഗീയ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മാറി മനുഷ്യനായി മാറിയത്. ഞാൻ ഇത്രയും സമയം എടുക്കേണ്ടി വന്നു. ഈ 114 ആയത്തുകളും സൂറത്തുകളും ഓതി 6400 ചില്ലുവാനും ആയത്തുകളും ഓതി ഈ സൂറത്തുൻ നാസ്, മനുഷ്യൻ, സൂറത്തുൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അവിടം വരെ എത്താൻ എത്ര വർഷം എടുത്തെന്നറിയോ? മൃഗമായിരുന്നു മനുഷ്യൻ, മൃഗമായിരുന്നു. അതിനാണ് ഉലമാക്കൾ വന്നത്. നമ്മുടെ ആലിമികൾ, നമ്മുടെ ഗുരുവാണ്, നമ്മുടെ ഉസ്താദാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനന്തരാവകാശികളാണ് ആലിമികൾ, ഉലമാക്കൾ. ആ ഉലമാക്കളുടെ ജോലി എന്താ? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഉലമാഉ അർഹമു ഉമ്മത്തി അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ ഉപ്പയെക്കാളും ഈ സമുദായത്തിലെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ നിറകുടങ്ങളാണ് ഉലമാക്കൾ. ഉലമാക്കൾ എന്താ കാരണം? ലിഅന്ന ആബാഹും വ ഉമ്മഹാതിഹിം യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ വഹും അയ്യൽ ഉലമാ യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു കുട്ടി എഴഞ്ഞെഴഞ്ഞ് ഒരു കുളത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ മോനെ പെട്ടെന്ന് പിടിക്കും. ഒരു വിളക്കിലേക്ക് കയറി പിടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് മോനെ കയറി പിടിക്കും. തീയിലേക്ക് ചാടാൻ പോകുമ്പോൾ പെട്ടെന്ന് മക്കളെ എന്ന് പറഞ്ഞ് കയറി പിടിക്കും. ദുനിയാവിലത്തെ തീയിൽ നിന്ന് ഈ ഉമ്മയും ഉപ്പയും നിങ്ങളെ രക്ഷപ്പെടുത്തും. എന്നാൽ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഉലമാക്കളാണ്. നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തേണ്ടത് ദുനിയാവിലെ തീയിൽ നിന്നല്ല, ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ.
അടുത്ത വീട്ടിലെ പെണ്ണ് വേലിചാടിപ്പോയതിനെ കുറിച്ച് നീ ആലോചിക്കണ്ട, നിന്റെ പെണ്ണ് വേലിചാടാതെ നീ സൂക്ഷിച്ചാൽ മതി. അടുത്ത വീട്ടിലെ പെണ്ണ് പഴിച്ചു പോയതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട, നിന്റെ പെണ്ണ് പഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി നീ പരിശ്രമിക്ക്. അടുത്ത വീട്ടിലെ പെണ്ണ് കോളേജിൽ പോയി ഡാൻസ് കളിച്ചു എന്ന് നീ വിഷമിക്കണ്ട, നിന്റെ മോള് അതേപോലെ പോയി ഡാൻസ് കളിക്കുന്ന അവസ്ഥ എത്താതിരിക്കാൻ വേണ്ടി നീ പരിശ്രമിക്ക്. അല്ലാഹു തആല പറഞ്ഞു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നീയും നിന്റെ കുടുംബവും നിങ്ങളും നരകത്തെ നീ സൂക്ഷിക്കാനാ പറഞ്ഞത്. ഓരോ വാപ്പ ഉമ്മമാർ അങ്ങനെ തീരുമാനം എടുത്താ പോരെ? എന്റെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്റെ ബാധ്യത. ഞാൻ എന്ത് പഠിപ്പിക്കണോ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, വാപ്പയാണ് തീരുമാനം എടുക്കേണ്ടത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധം കൊടുക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, ഇൽമ പഠിപ്പിക്കാതെ അവർ പിഴച്ചു പോയിട്ട് അവർക്ക് ഭൗതികമായ തലങ്ങളിലെ എല്ലാ പഠനങ്ങളും എല്ലാ നൃത്തങ്ങളും എല്ലാ പാട്ടുകളും ഗാനമേളകളും പഠിപ്പിച്ചു കൊടുത്ത് അതിൽ ആസ്വാദനം അനുഭവിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോ ആഖിറത്തിലെത്തി റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹ് ചോദിക്കും ഫൈന്നക മസ്ഊലുൻ അൻ. വാപ്പ ഇങ്ങോട്ട് മാറിയില്ലേ? മാദാ അദ്ദബ്തഹു, മോനെ എന്താ പഠിപ്പിച്ച? മാറിയില്ല. നിങ്ങൾ വിചാരിക്കും ഇവിടെയുള്ള സുപ്രീം കോടതി എന്ന്, ഇവിടെയുള്ള ഹൈക്കോടതി എന്ന്, അവിടെ ഏറ്റവും വലിയ കോടതിയാ. അല്ലാഹ് അങ്ങോട്ട് കേട്ടി നിർത്തിയിട്ട് ഉമ്മയോടും ഉപ്പയോടും ചോദിക്കാണ് മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, എന്താ നിന്റെ മോനെ നീ പഠിപ്പിച്ചത്? എന്താ നിന്റെ മോളെ നീ പഠിപ്പിച്ചത്? എന്ത് മര്യാദ നീ പഠിപ്പിച്ചത്? പറ, മറുപടി പറ. കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടുന്ന് മരിച്ചു പോകാൻ, അതിന് മുമ്പ് മരിച്ചു പോരുത്. എന്റെ മോളെ അല്ലാഹ് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു, ഞാൻ ഹദീസ് പഠിപ്പിച്ചു, ഞാൻ നമസ്കാരം പഠിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ വിടണ്ടാന്നോ കോളേജിൽ വിടണ്ടാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും അവിടുത്തെ പാഠം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ 4:30 എത്തുന്ന നമ്മുടെ മകളോടും മകനോടും മോനെ നീ നിസ്കരിച്ചോടാ, പെട്ടെന്ന് കയ്യും കാലും കഴിട്ട് അസർ നിസ്കരിച്ച് ലോറ് നിസ്കരിച്ചിട്ട് ചോറ് തിന്ന്, അങ്ങനെ പറയുന്ന എത്ര വാപ്പന്മാരുണ്ട്, എത്ര വാപ്പന്മാരുണ്ട്? രാവിലെ പള്ളിക്കൂടത്തിൽ പോകാൻ വേണ്ടി പരീക്ഷ നേരത്തെ എഴുന്നേറ്റ് 4 മണിക്ക് പിടിച്ചോണത്തും. ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും നരകത്തിൽ പോകാതെ പരീക്ഷ എഴുതി രക്ഷപ്പെടാൻ സുബഹിക്ക് എഴുന്നേൽപ്പിക്കാൻ ഏതെങ്കിലും വാപ്പയും ഉമ്മയും തന്റെ മക്കളെ രാവിലെ പ്രചോദനം കൊടുക്കുവോ? 6:30 സൂര്യ ഉദിക്കും, പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കരിക്കടാ. ആര് പറയുന്നു? വാപ്പ ടോർച്ചും പിടിച്ച് പള്ളിയിൽ വരും, ഉമ്മ തസ്ബീഹും പിടിച്ച് നിസ്കാര കുപ്പായിട്ട് അവിടുത്തെ റൂമിലാ പോത്തുപോലെ പ്രായപൂർത്തിയെത്തി ആണും പെണ്ണും കിടന്ന് ഉറങ്ങുന്നു. അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കാൻ ഈ വാപ്പാക്കും ഉമ്മാക്കും ആവൂല. നീ വാപ്പ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പള്ളി പോകുമ്പോ ഉമ്മ പറയും അവൻ അന്നലെ പരീക്ഷ, നാളെ 2 മണി വരെ വരുന്ന പാഠം പഠിച്ച് അവൻ കിടന്നു നോക്കട്ടെ, നിങ്ങൾ പോയിട്ട് വരെ. ഉമ്മ അവനെ നരകത്തിൽ വിടുന്നു, ഉമ്മ നരകത്തിൽ വിടുന്നു മോനെ. ഇതാണോ സ്നേഹം? അല്ല. ആഖിറത്തിൽ നരകത്തിൽ വീഴാതെ മക്കളെ ശ്രദ്ധിക്ക്. ഈ മക്കളെ ദുനിയാവിൽ പിഴപ്പിച്ചിട്ട് നിങ്ങൾ തസ്ബീഹ് ഊരിട്ടി, നിങ്ങൾ വലിയ പർദായി വിട്ട്, നിങ്ങൾ വലിയ തൊപ്പിയും വെച്ച് മക്കള് പിഴച്ചു പോയി ആഖിറത്തിലെത്തി അള്ളാന്റെ കോടതിയിലെത്തുമ്പോ പടച്ചവനെ ഞങ്ങളെ പിഴപ്പിച്ചത് ആരാന്നറിയോ? ഞങ്ങളുടെ വാപ്പായും ഉമ്മായ. അവര് ഖുർആൻ പഠിപ്പിച്ചൊന്നുമില്ല, അവര് ദീൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ മഹലിന്റെ തൊട്ടടുത്ത് തന്നെ മദ്രസ ഉണ്ടായിരുന്നു. അവിടെ ഹിഫ്ള് പഠിക്കാൻ സൗകര്യമുണ്ട്, ഇൽമു പഠിക്കാൻ സൗകര്യമുണ്ട്, അദബ് പഠിക്കാൻ സൗകര്യമുണ്ട്, ഫർള് പഠിക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. അവർ IAS കാരനാവണം, IPS കാരനാകണം, അങ്ങനെ ഭൗതിക തലങ്ങളിൽ നല്ല പേരും പ്രശസ്തി ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങോട്ടാണ് അവർ കൂടുതലും പ്രചോദനം നൽകിയത്. ഈ ഇൽമിനോട് വലിയ പ്രചോദനം നൽകിയില്ല. അങ്ങനെ ഞങ്ങൾ പിഴച്ചുപോയി. അല്ലാഹ് റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ പിൻപറ്റി പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാക്കളെ ഞങ്ങൾ പിൻപറ്റി പടച്ചവനെ, ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു പോയി പടച്ചവനെ. ഫഅളല്ലൂന സബീലാ, അവര് ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അല്ലാഹ്, ഞങ്ങളെ പിഴപ്പിച്ചവരാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബേ, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ ഇവർക്ക് കൊടുക്കണേ അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ, അവരെ നീ ശക്തിയായി ശപിക്കുകയും ചെയ്യണേ റബ്ബേ. മാതാപിതാക്കൾക്കെതിരെ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, വാപ്പ ഉമ്മ ചെല്ലും ചെലവും കൊടുത്ത് ചാപ്പാടും കൊടുത്ത് അൽഫഹമും മേടിച്ചു കൊടുത്ത് നല്ല ബിരിയാണിയും മന്തിയൊക്കെ മേടിച്ചു കൊടുത്ത് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് അവനെ കൊഴിപ്പിച്ചു കൊണ്ടുപോകും. നാളെ ഇങ്ങൾക്കെതിരെ അവൻ ദുആ ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അന്ന് വാപ്പ പറയും ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ. അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ പണ്ടാരക്കാലന്മാരെ വളർത്തുന്നതിനേക്കാളും അന്ന് പറഞ്ഞത്, അന്ന് ഉലമാക്കൾ പറഞ്ഞത് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ നരകത്തിൽ ഞാൻ പോയി വീഴുമായിരുന്നില്ല അന്ന് പറയും. പക്ഷെ അന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?
അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താത്തതിന്റെ പേരിലല്ലേ? എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ മക്കളെ പിഴച്ചു പോകാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഇവിടെ ഉണ്ട്. അവരെ നന്നാക്കാനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പിഴച്ചു പോകാതെ നന്നാവുന്ന ഒരു അവസ്ഥയിലേക്ക് തന്റെ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ പ്രചോദനങ്ങളും നിങ്ങൾക്കുണ്ടായിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിയതിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മക്കൾ നിൽക്കും. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഞങ്ങളെ പിഴപ്പിച്ച രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞുവിട്. ആരാ? എന്റെ വാപ്പായാണ്, എന്റെ ഉമ്മയാണ്. അവർ ഇബാദത്ത് നിസ്കാരമുള്ളവരാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്രചോദനം നൽകിയില്ല. ഞങ്ങൾക്ക് ഖുർആൻ എന്താന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നില്ല. യൂട്യൂബിൽ പേരും പ്രശസ്തിയും കിട്ടാൻ ഞങ്ങളെ ഗായികമാരാക്കിയല്ല, ഗായകന്മാരാക്കിയല്ല. 10,000-കണക്കിന് വ്യൂസുകൾ ഉണ്ടായിരുന്നുവല്ല, ഷെയർ കിട്ടിയല്ല. അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് ജീവിച്ചത്. പടച്ചവന് ആഖിറമുണ്ടെന്നുള്ള ഒരു കാര്യം ഞങ്ങളെ പരിചയപ്പെടുത്താത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാലിന്റെ കീഴിലേക്കൊന്ന് കൊണ്ടുപോവാ പടച്ച റബ്ബേ. അവരുടെ നെഞ്ചിൽ കയറി നിന്ന് ഞങ്ങളൊന്ന് പ്രതിഷേധം രേഖപ്പെടുത്തട്ടെ. ബാപ്പാ ഉമ്മ മക്കളെ പഠിപ്പിക്കണ്ട. ഗാനമേള, പാട്ട്, ഗായകൻ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കും. 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടി, 1 കോടിയുടെ ഫ്ലാറ്റ് കിട്ടി, ബെൻസ് കാറ് കിട്ടി. എന്ത് ഫായിദ അതുകൊണ്ട്? ആഖിറത്തിൽ കൊണ്ടുപോകാൻ പറ്റിയോ? വാപ്പ മരിച്ച് ഖബറിസ്ഥാനിൽ കിടക്കുന്നു. ആ വാപ്പാന്റെ ഖബറിന്റെ അരികെ വന്ന് നിറ കണ്ണുകളോടുകൂടി റബ്ബേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്റെ ശൈശവത്തിൽ മക്കളെ ദുആ എന്തെന്ന് പഠിപ്പിക്കേണ്ട ബാധ്യത ഈ വാപ്പാക്കും ഉമ്മാക്കുള്ളതാണ്. ഭൗതികമായ തലങ്ങളിലല്ല, അതാർക്കും ജീവിച്ചു പോകാം. ഇവിടെ എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു പോകും? നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷ വേണ്ടത് നമ്മുടെ മയ്യത്ത് 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് നമ്മൾ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിച്ചിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ പടച്ച റബ്ബേ ആരുമില്ലാത്ത ആ സമയത്ത് അവിടെയാണ് ഒരു ഹാഫിളത്തായ മോളുടെ ഗുണം മനസ്സിലാക്കുന്നത്, ഹാഫിളായ ഒരു മകന്റെ ഗുണം മനസ്സിലാക്കുന്നത്, ആലിമായ ഒരു മകന്റെ ഗുണം മനസ്സിലാക്കുന്നത്, സാലിഹായ ഒരു മകന്റെ ഗുണം മനസ്സിലാക്കുന്നത്. എല്ലാവരും വിട്ടുപോകുമ്പോ ആരോരുമില്ലാത്ത ആ ഒരു ഇരുണ്ട തുരുത്തില് നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ നമ്മുടെ ചാരത്ത് വന്ന് നിന്ന് നിറക്കണ്ണുകളോടുകൂടി നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ ഒരു സാലിഹായ മകനെയും മകളെയും വാർത്തെടുത്തിട്ട് മരിച്ചു പോകലാണ് ഓരോ വാപ്പാന്റെ ഉമ്മാന്റെ ബാധ്യത. അല്ലാതെ ഗായികനും ഗായികയും ഗായികമാരുവാക്കിയിട്ട് നിങ്ങൾ മരിച്ചു പോയാല് നിങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്ന് അവൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പാട്ടുകളായിരിക്കും. അതിന്റെ പേരിൽ വാപ്പാക്കും കിട്ടും, അവക്കും കിട്ടും. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب أليم وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ഇന്ന് വീടുകളിൽ പോയി നോക്ക്, വീടുകളിലൊക്കെ ഹോം തിയേറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വാപ്പായും മോനും മോളും കൂടെ ചേർന്ന് നിന്നാ പാടുന്നത്. കുലുങ്ങി ഭയങ്കരാട്ട. എല്ലാം യൂട്യൂബിൽ എടുത്തിടും. മോള് പാടുന്നു, മോൻ പാടുന്നു, വാപ്പ പാടുന്നു. എന്തൊരു പാട്ടാ, എന്തെല്ലാം പാട്ടാ. ഞാൻ പാടാന്ന് ഇവിടെ സമ്മതിക്കുന്നത്. പിന്നെ വാതിന്റെ സാസ ഞാൻ കാണിച്ച് കേൾപ്പിച്ച് തരുന്ന പാട്ട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇവിടെ ഇരുന്നൊന്നും ഞാനത് പറയുന്നില്ല. ഖുർആനോദല്ല എന്നാ നല്ല ഇമ്പമാർന്ന ശൈലിയിൽ നിന്ന് ഖുർആനോദ് മോളെ. നീ നല്ല രീതിയിൽ വീട്ടിൽ മൊത്തം ഊഫർ പിടിപ്പിച്ചിരിക്കുകയാണല്ലോ, ഹോം തിയേറ്റർ ആണല്ലോ. മനോഹരമായ നിന്റെ ശൈലിയിലൂടെ ഖുർആൻ ഒന്ന് ഓദിക്കാൻ മോളെ. ഏത് വീട്ടിൽ ഏത് വാപ്പയാ ഓദിപ്പിക്കുന്നത്? എവിടെയാ ഖുർആൻ ഒന്ന് കേൾക്കാൻ പറ്റുന്നത്? ആ മാധുര്യം, ഖുർആനിന്റെ ആ മാസ്മരിക ശക്തി ഒന്ന് കേൾക്കട്ടെ, ഒന്ന് ഓത്. ആര് പഠിപ്പിക്കുന്നു? ഒരു പാട്ട് പാട്. പെട്ടെന്ന് വാപ്പമാറിയിരുന്ന് യൂട്യൂബിൽ പിടിക്കുന്നു. യൂട്യൂബിൽ എടുത്ത് നോക്കിക്കോ, പാട്ട് പാടുന്ന മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ മാതാപിതാക്കൾ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഉമ്മ പർദ്ദയിട്ടിരിക്കുന്നു, വാപ്പ നമസ്കാരത്തഴമ്പുള്ള വാപ്പ, വൃത്തികെട്ട വാപ്പ, വൃത്തികെട്ട ഉമ്മ. ഇവരെ രണ്ടുപേരെയും ഈ മക്കളെ പിഴപ്പിച്ചതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ ഇവർ കയറി നിൽക്കേണ്ടി വരും. ഇവർക്ക് ദുനിയാവിന്റെ ഒരു ചെറിയ രസമാണ്. നിങ്ങൾക്കിടയിലെ പ്രശസ്തിയും നിങ്ങൾക്ക് ഇവിടെ വലിയ പേരും ഒരു അഭിമാനവും ഇതൊക്കെയാണ് നിങ്ങൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതില്ലേ? പക്ഷേ ആഖിറത്തിന്റെ കാര്യം, അവരിൽ നിന്നാണോ നിങ്ങൾ അഭിമാനം ആഗ്രഹിക്കുന്നത്? എങ്കിൽ അഭിമാനത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്.
അവന്റെ അടുക്കലേക്ക് നീ നാളെ വരും, അവന്റെ മുന്നിൽ നിന്നെ കൊണ്ട് നിർത്തും. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ ഖുർആനിനെ അവഗണിച്ചവൻ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, യാ റബ്ബ്, പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി, എന്നെ കത്തിച്ച് കരിച്ചു കളഞ്ഞത് ആർഎസ്എസ്കാരല്ല, ബിജെപിക്കാരല്ല, എന്നെ കത്തിച്ച് ചാമ്പലാക്കിയത് എന്റെ സമുദായത്തിൽപ്പെട്ട ഈ സമുദായമാണ്, ഈ മുഅ്മിനീങ്ങൾ, ഈ മുസ്ലിമായ ഈ നാമധാരികളാണ് എന്ന് പറഞ്ഞ ഖുർആനിനോട് യാതൊരു ബന്ധമില്ലാതെ ഖുർആനിനെ അവഗണിച്ച് കേവലം അസുഖം മാറാനുള്ള നേർച്ച വസ്തുവായിട്ട് മാത്രം ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ തന്നെ അടച്ചു വെക്കുന്ന ആ ഖുർആനിനോട് പുലബന്ധം സ്ഥാപിക്കാത്ത ഈ മനുഷ്യ മക്കളെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ഖുർആൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹയോട് പരാതി